നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISL ആരംഭിക്കാൻ ഇനി 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണത്തെ ലൈവ് സ്ട്രീമിംഗ് ഫാൻ കോഡാണ് അതിൻ്റെ റൈറ്റ് വാങ്ങിയിരിക്കുന്നത്. TV ചാനലുകളിൽ കളി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഫൈനൽ തീരുമാനം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അവർ TV പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റൈറ്റ്സ് ആ വിഷയത്തിലുള്ള ടോക്സും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഈ ഫാൻ കോഡിൻ്റെ സീസൺ പാസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 299 രൂപയാണ് സീസൺ മൊത്തം കാണാൻ വേണ്ടി വരുന്നത് എന്നുള്ള റിപ്പോർട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സുഹൃത്തുക്കളുടെ ചോദ്യം, മലയാളത്തിൽ കമൻട്രി ഉണ്ടാകുമോ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് കുറേ കമൻറ്റുകൾ കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നത്, ഫാൻ കോഡ് വിൽ പ്രൊഡ്യൂസ് റീജിയണൽ കമൻട്രി ഇൻ ഹൗസ് ആൻഡ് ഈസ് ഓപ്പൺ ടു റീജിയണൽ TV ചാനൽസ് ടേക്കിംഗ് ദി റൈറ്റ്സ്. അപ്പോൾ ഫാൻ കോഡ് ഈ റീജിയണൽ കമൻട്രി, അതായത് നമ്മുടെ അതത് ഇടങ്ങളിലെ ഭാഷയിൽ കമൻട്രി ഒരു പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യും. അതിനിപ്പം റീജിയണൽ TV ചാനൽസ്, ഇപ്പോൾ മലയാളത്തിലെ TV ചാനൽസൊക്കെ അതിൻ്റെ റൈറ്റ്സ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുമായിട്ട് അതിനു വേണ്ടി അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഡിസ്കഷൻ അവർ തയ്യാറാണ്. സോ അത്തരത്തിലുള്ള മത്സരങ്ങൾ മലയാളത്തിൽ കമൻട്രി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഫാൻ കോഡിൻ്റെ ആ ഒരു 299 രൂപയാണ് വരിക. അതുപോലെ തന്നെ ഒരു കളിക്ക് വെറും 9 രൂപ മാത്രമായിരിക്കും മാച്ച് പാസ് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ ഫ്രീ ആയിട്ട് കളി കാണാൻ വഴിയുണ്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലിങ്കുകൾ, അത് ഓരോ ആപ്പുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അതിലൂടെ കളി കാണാം എന്നൊക്കെ കമൻ്റ് ഇടുന്നത്. അതിപ്പോൾ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെയോ മറ്റേതെങ്കിലും കളികളുടെയോ ഒക്കെ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റിങ് ഫാൻ കോഡോ മറ്റാരെങ്കിലുമൊക്കെ ഏറ്റെടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്, എന്തിനാണ് ഇങ്ങനെ ക്യാഷ് കളയുന്നത്, ഇങ്ങനെ തേർഡ് പാർട്ടി ലിങ്കൊക്കെ വെച്ച് കാണാമല്ലോ എന്നൊക്കെ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാവർക്കും വമ്പൻ ബ്രോഡ്കാസ്റ്റേഴ്സ് വന്ന് നമ്മുടെ കളികളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം, നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്ഷനൊക്കെ നടക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിൽ കമൻട്രി ഉണ്ടോ, തമിഴിൽ കമൻട്രി ഉണ്ടോ, ബംഗാളിയിൽ കമൻട്രി ഉണ്ടോ എന്നൊക്കെ അതത് നാടിലെ ആരാധകർ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ വേണം. ഇതൊക്കെ വേണമെങ്കിൽ പോലും ഒരു നോമിനൽ എമൗണ്ട് കളി കാണാൻ വേണ്ടി പണം മുടക്കാൻ, ഇങ്ങനെ ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയൊക്കെ അടക്കാൻ ആപ്പുകളൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല, നമ്മൾ തേർഡ് പാർട്ടി ലിങ്ക് നോക്കിക്കോളാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എവിടെ നിന്നാണ് ഈ റവന്യൂ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്, കളക്ട് ചെയ്യുക എന്നുള്ള ചോദ്യമുണ്ട്. ക്ലബ്ബുകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ, വളരെ ശുഷ്കമായിട്ടുള്ളൊരു മാർക്കറ്റിൽ നിലനിൽക്കാൻ വേണ്ടി തന്നെ വല്ലാതെ പോരാടുന്ന ഒരു സമയമാണ് നമ്മുടെ ഫുട്ബോളിനുള്ളത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നത് എന്നുള്ളത് രസാവഹമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.